സോ വാട്ട് ഈസ് ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് റൂൾസ്. അത് നമ്മളുടെ സംസ്ഥാനം, സ്റ്റേറ്റാണ് എൻഫോഴ്സ് ചെയ്യുന്നത്. ഇത് നമ്മുടെ നാട്ടിലുള്ള കമ്മ്യൂണിറ്റിയിലുള്ള പീപ്പിൾ, ആൾക്കാർക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത് കോടതിയായിരിക്കും നടപ്പിലാക്കുന്നുണ്ടാവും. ഓക്കെ, നമ്മളെ സ്റ്റേറ്റും നമ്മളെ കോടതിയും നടപ്പിലാക്കുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ്. ആർക്ക് വേണ്ടിയിട്ടുള്ളത്? നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ്. അതാണ് ലോ എന്ന് പറയുന്നത്. ഈ ലോ രണ്ട് രീതിയിൽ വരുന്നുണ്ട്. പബ്ലിക് ലോ ഉണ്ട്, പ്രൈവറ്റ് ലോ ഉണ്ട്. ഇതിന് ഡിസ്റ്റിങ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പബ്ലിക് ലോ? പബ്ലിക് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റേറ്റ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, നമ്മളെ സ്റ്റേറ്റിലുള്ള മൊത്തം കാര്യങ്ങൾ സ്റ്റേറ്റ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നാണ് എന്തിലുണ്ടാവുക? പബ്ലിക് ലോയിൽ ഉണ്ടാവുന്നത്. പബ്ലിക് ലോ തന്നെ വീണ്ടും രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലോ, അതുപോലെ തന്നെ ക്രിമിനൽ ലോ. കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനാ സംബന്ധമായതും അഡ്മിനിസ്ട്രേറ്റീവ് നടത്തിപ്പ് സംബന്ധമാണ്. നമ്മൾ ആ ഒരു സംസ്ഥാനം, നമ്മളുടെ സ്റ്റേറ്റിൻ്റെ നടത്തിപ്പ് സംബന്ധവുമായിട്ടുള്ള കുറച്ച് നിയമങ്ങളാണ് പബ്ലിക് ലോയിൽ വരുന്നത്. ഭരണഘടനാ സംബന്ധമായ കുറച്ച് നിയമങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ അല്ലെങ്കിൽ പബ്ലിക് ലോയിൽ വരുന്നത്. ക്രിമിനൽ ലോയിൽ വരുന്നത് എന്താണ്? സെറ്റ് ഓഫ് റൂൾസ് ടു പ്രൊട്ടക്ട് ദ സൊസൈറ്റി ആസ് എ ഹോൾ. സൊസൈറ്റിയിൽ ക്രമസമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള, മൊത്തത്തിൽ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നിയമങ്ങളാണ്. ടു പ്രൊട്ടക്ട് ദ സൊസൈറ്റി ആസ് എ ഹോൾ. അത് തെറ്റിച്ചാൽ പണിഷ്മെൻ്റ് ഉണ്ട്. ചിലപ്പോൾ ജയിലിലാവാം, ചിലപ്പോൾ ഫൈന് വരാം. ഓക്കെ, ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരാൾ റൂള് വയലേറ്റ് ചെയ്തിട്ടുണ്ട്, റൂള് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ, ടു ബി ഗിൽറ്റി, അയാൾ തെറ്റുകാരനാവണമെങ്കിൽ, കുറ്റക്കാരനാവണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അയാൾ ആ തെറ്റായിട്ടുള്ള പ്രവൃത്തി ചെയ്യണം, അല്ലെങ്കിൽ അയാൾ ആ ഒരു തെറ്റായ പ്രവൃത്തി ചെയ്യാനുള്ള മൈൻഡിൽ ഉണ്ടായിരിക്കണം. വിൽഫുള്ളി ഓർ നോയിങ്ലി, അറിഞ്ഞുകൊണ്ട് അയാൾ ചെയ്യണം, അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി അയാൾ തുനിഞ്ഞിറങ്ങണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ അയാൾ ഗിൽറ്റിയാണ്, അയാൾ ആ റൂള് ബ്രേക്ക് ചെയ്തു എന്നാണ് പറയുക. അതിനാൽ അയാൾക്ക് ഫൈനോ ഇംപ്രിസൺമെൻറ്റോ വേണമെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. സോ അതാണ് പബ്ലിക് ലോയിൽ വരുന്നത്. മൊത്തത്തിൽ കുറച്ച് വൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പബ്ലിക് ലോ. എന്നാൽ പ്രൈവറ്റ് ലോയിലേക്ക് വരുമ്പോഴോ ഇത് ഇൻഡിവിജ്വൽസ് തമ്മിലാണ്. ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആൾക്കാരാണെന്ന് മാത്രം വിചാരിക്കണ്ട. കമ്പനീസും അതിൽ ഇൻക്ലൂഡ് ആവാം. ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ ആൾക്കാരെന്ന് മാത്രമല്ല, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഓണർ വേറെയാണ്, ബിസിനസ് വേറെയാണ്. അത് നമ്മളൊരു ഇൻഡിവിജ്വൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ, ആൾക്കാർ തമ്മിലുള്ളതും ബിസിനസ്സുകൾ തമ്മിലുള്ളതും എല്ലാം എന്തിൽ വരും? പ്രൈവറ്റ് ലോയിൽ വരും. സോ പ്രൈവറ്റ് ലോ ഡീൽസ് വിത്ത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്. ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്, അവർ തമ്മിലുള്ള നിയമങ്ങളാണ് എന്തിൽ വരുന്നത്? പ്രൈവറ്റ് ലോയിൽ വരുന്നത്. പ്രൈവറ്റ് ലോൻ്റെ പ്രധാനപ്പെട്ട ഒരു എയിം എന്ന് പറയുന്നത് റെമഡി, പരിഹാരങ്ങൾ, ഇത് പരിഹരിക്കുക എന്നുള്ളതാണ്. പ്രധാനമായ റെമഡി കോമ്പൻസേഷൻ കൊടുക്കാം, ഡാമേജസ്. ഇതാണ് ട്രിക്കി ആവുന്നൊരു സാധനം. ത്രൂ ഔട്ട് ദ ACCA കോർപ്പറേറ്റ് ആൻഡ് ബിസിനസ് ലോ പേപ്പർ, കോമ്പൻസേഷൻ എന്ന് പറയുന്നതും ഡാമേജസ് എന്ന് പറയുന്നതും സെയിം മീനിങ് ആണ്. പരിഹാരമായിട്ട് ഡാമേജസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പരിഹാരമായിട്ട് കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ള മീനിങ് ആണ്. ഇതെപ്പോഴും മൈൻഡിൽ വെച്ചുകൊണ്ടിരിക്കണം. ക്ലിയർ? ഇത് നിങ്ങൾക്ക് എപ്പോഴും മൈൻഡിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദിസ് കമ്പാരിസൺ. ഓക്കെ, ഈ ഒരു കമ്പാരിസൺ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ അല്ലേ? ഞാൻ ഈ സൈഡിൽ നിൽക്കണമെങ്കിൽ കുറച്ചുകൂടി നന്നാവല്ലേ? ഓക്കെ, സോ ഈ ക്രിമിനൽ ലോ, ഈ ക്രിമിനൽ ലോ, പബ്ലിക് ലോ, ഈ ഒരു ഡിഫറൻസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓരോന്നും നോക്കുക. ലോ, ക്രിമിനൽ ലോ, സിവിൽ ലോ. അത് ഏതൊക്കെ കാറ്റഗറിയാണ്? ക്രിമിനൽ ലോ എന്ന് പറയുമ്പോൾ പബ്ലിക് കാറ്റഗറിയിലാണ് വരിക. സിവിൽ ലോ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്, സിവിലിയൻസ് തമ്മിലുള്ളതാണ്. അത് പ്രൈവറ്റ് ലോ ആണ്. ഡീൽ ചെയ്യുന്നത് ഹൗ സ്റ്റേറ്റ് ഓപ്പറേറ്റ്സ്, അതാണ് പബ്ലിക് ലോ. പ്രൈവറ്റ് ലോ എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആണ്. എന്താണ് ക്രിമിനൽ ലോ അല്ലെങ്കിൽ പബ്ലിക് ലോൻ്റെ പേർപ്പസ് എന്താണ്? ഒരു പെർട്ടിക്കുലർ ഫോം ഓഫ് ബിഹേവിയർ, ഒരു പ്രത്യേക രീതിയിലുള്ള നടത്തിപ്പ്
സോറി ഒരു പ്രത്യേക രീതിയിലുള്ളൊരു പെരുമാറ്റം സമൂഹത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ക്രിമിനൽ ലോ അല്ലെങ്കിൽ പബ്ലിക് ലോൻ്റെ ഒരു ഉദ്ദേശം. എന്നാൽ മാത്രമേ സൊസൈറ്റി ആസ് എ ഹോൾ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. എന്നാൽ സിവിൽ ലോ പ്രൈവറ്റ് ലോൻ്റെ ഒരു പർപ്പസ് എന്താണ്? ഇൻഡിവിജ്വൽസ് തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, പരിഹരിച്ച് അതിന് റെമഡി സൊല്യൂഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്രിമിനൽ ലോ അല്ലെങ്കിൽ പബ്ലിക് ലോ കോടതിയിലേക്ക് കൊണ്ടുവരുന്നത് ആരായിരിക്കും? ഗവൺമെൻറ് ആയിരിക്കും, സ്റ്റേറ്റ് ആയിരിക്കും. ഇന്ന ആൾ ഈ നിയമം തെറ്റിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലീസ് ഒക്കെ അല്ലേ കേസ് കൊണ്ടുവരും. അപ്പോൾ ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ പോലീസ്. സോ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് ആയിരിക്കും, സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നല്ല, സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും ഈ ഒരു കേസ് കോടതിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടാവും. എന്നാൽ സിവിൽ ലോ പ്രൈവറ്റ് ലോ എന്ന് പറയുന്ന കേസ് കോടതിയിലേക്ക് കൊണ്ടുവരുന്നത് ആയിരിക്കും? ക്ലെയിമൻറ്റ്. ആരാണോ കേസ് കൊടുക്കുന്നത് അയാൾ, ഇൻഡിവിജ്വൽ. ദാറ്റ് ക്യാൻ ബി എ കമ്പനി, ദാറ്റ് ക്യാൻ ബി എ ഇൻഡിവിജ്വൽ പേഴ്സൺ. ഓക്കെ അല്ലേ? ബേർഡൻ ഓഫ് പ്രൂഫ്. ബേർഡൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭാരം, ചുമതല. അതൊക്കെ ഭയങ്കര ബേർഡനാണ് കേട്ടോ, ഒക്കെ ഭയങ്കര ചുമതലയുള്ള കാര്യം കേട്ടോ, ഒക്കെ ഭയങ്കര ഭാരമുള്ള കാര്യമാണ് കേട്ടോ നമ്മൾ പറയാറുണ്ട്. സോ ബേർഡൻ ഓഫ് പ്രൂഫ്. ഒരു കേസ് കോടതിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആ കേസ് കോടതിയിൽ എത്തിച്ചിട്ട് തെളിവ് കൊണ്ടുവരേണ്ട ചുമതല ആരതാണ്? സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് ആണ്, അല്ലെങ്കിൽ പ്രോസിക്യൂഷനാണ് കേസ് കോടതിയിലേക്ക് കൊണ്ടുവന്നതെന്നുണ്ടെങ്കിൽ അവരെന്നെ തെളിവ് കൊണ്ടുവരണം. അതുപോലെ തന്നെ ക്ലെയിമൻ്റ് ആണ് കോടതിയിൽ കേസ് കൊണ്ടുപോയതെന്നുണ്ടെങ്കിൽ ആ ക്ലെയിമൻ്റ് എന്ത് കൊണ്ടുവരണം? തെളിവ് കൊണ്ടുവരണം. ബേർഡൻ ഓഫ് പ്രൂഫ് ക്ലെയിമൻറ്റിൻ്റെതാണ്. നിങ്ങളോട് സ്പെസിഫിക്കലി ചോദിക്കും, ഈ ഒരു ക്രിമിനൽ ലോയുടെ ബേർഡൻ ഓഫ് പ്രൂഫ് ആരുതാണ്? ആരാണ് ബേർഡൻ ഓഫ് പ്രൂഫ് കൊണ്ടുവരേണ്ടത് അത് നിങ്ങളോട് ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്റ്റാൻഡേർഡ് ഓഫ് പ്രൂഫ്. ഈ കൊണ്ടുവരുന്ന പ്രൂഫ് ആപ്പ ഊപ്പ സാധനങ്ങളൊന്നും പറ്റില്ല. ചപ്പും ചവറൊന്നും പ്രൂഫാണെന്ന് പറഞ്ഞ് കൊണ്ടുവരാൻ പറ്റില്ല. അതിനൊരു ക്വാളിറ്റി വേണം. ദ ക്വാളിറ്റി ഓഫ് ദ പ്രൂഫ്, ദ സ്റ്റാൻഡേർഡ് ഓഫ് ദ പ്രൂഫ്, അതാണ് ചോദ്യം. അത് പബ്ലിക് ലോ ആണെന്നുണ്ടെങ്കിൽ, ക്രിമിനൽ ലോ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫുകളുടെ ക്വാളിറ്റി എങ്ങനെയായിരിക്കണം? ബിയോണ്ട് റീസണബിൾ ഡൗട്ട്, സംശയാസ്പദമായി തെളിയിക്കപ്പെടണം. ബിയോണ്ട് റീസണബിൾ ഡൗട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സംശയാസ്പദമായി തെളിയിക്കപ്പെട്ടു, അതായത് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള സംശയമില്ല, ഇവൻ തന്നെയാണ് ഇയാളാണ് തെറ്റ് ചെയ്തത്, ഒരു സംശയമില്ല, സംശയാസ്പദമായി തെളിയിക്കപ്പെട്ടു എന്നൊക്കെ പറയില്ലേ. സോ അങ്ങനത്തെ തെളിവായിരിക്കണം പബ്ലിക് ലോയിൽ അല്ലെങ്കിൽ ക്രിമിനൽ ലോയിൽ ഉണ്ടാവേണ്ടത്. നേരെ മറിച്ച് പ്രൈവറ്റ് ലോ അല്ലെങ്കിൽ സിവിൽ ലോയിൽ എന്താണ് വേണ്ടത്? ബാലൻസ് ഓഫ് പ്രോബബിലിറ്റീസ്. നിങ്ങൾക്കൊരു സാധ്യതകൾ കൊണ്ടുവരാൻ പറ്റിയാൽ മതി. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന സാധ്യതകൾ കൊണ്ടുവരാൻ പറ്റിയാൽ മതി. ലൈക്ക് അതിനെന്തോ ഒരു ടേം പറയല്ലോ, സാഹചര്യ തെളിവ് മൂലം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതാണ് ഒരു ബാലൻസ് ഓഫ് പ്രോബബിലിറ്റീസ് കൊണ്ടുവന്നാൽ തന്നെ സിവിൽ ലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലോ നമുക്ക് സക്സസ്ഫുൾ ആക്കാൻ പറ്റും. എന്നാൽ പബ്ലിക് ലോ അല്ലെങ്കിൽ ക്രിമിനൽ ലോ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ സംശയാസ്പദമായ തെളിവുകൾ വേണം, ക്ലിയർ കട്ടായിട്ടുള്ള സാധനങ്ങൾ വേണം. അതുപോലെ ക്രിമിനൽ ലോ അല്ലെങ്കിൽ പബ്ലിക് ലോൻ്റെ ഒബ്ജക്റ്റീവ് സൊസൈറ്റിയിലുള്ള ആൾക്കാരെ കൃത്യമായി നല്ല ഒരു ബിഹേവിയർ കൊണ്ടുവന്ന് നടപ്പിലാക്കി പേടിപ്പിച്ച് നിർത്തി റെഗുലേറ്റ് ചെയ്യാം. ഒന്ന് പേടിപ്പിച്ച് നിർത്തിയിട്ട് എന്ത് ചെയ്യുക? സൊസൈറ്റീനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ക്രിമിനൽ ലോ പ്രൈവറ്റ് ലോ അല്ലെങ്കിൽ സിവിൽ ലോയിൽ എന്താണ്? ഫൈനാൻഷ്യൽ കോമ്പൻസേഷൻ കൊടുത്തിട്ട് ഈ ഒരു തെറ്റായ പ്രവൃത്തി നടന്നിട്ടില്ലായിരുന്നെങ്കിൽ അയാൾ ഏത് പൊസിഷനിലാണോ ആ പൊസിഷനിലേക്ക് അയാളെ തിരിച്ചെത്തിക്കാം, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഫൈനാൻഷ്യൽ കോമ്പൻസേഷൻ കൊടുത്തിട്ട് അയാൾക്ക് വന്ന നഷ്ടം എന്താണോ ആ നഷ്ടം നികത്തി കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഡാമേജസ്, അതായത് കോമ്പൻസേഷൻ എങ്ങനെയാണ്? പ്രൈവറ്റ് ലോ അല്ലെങ്കിൽ സിവിൽ ലോയിലെ ഡാമേജസ് കോമ്പൻസേഷൻ പരിഹാരം എങ്ങനെയാണ്? റെമഡി എങ്ങനെയാണ്? തെറ്റാണ് ചെയ്തതെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ജയിലിലാവും, അല്ലെങ്കിൽ ഫൈന് വരും, അല്ലെങ്കിൽ രണ്ടും വരും. ഏതെങ്കിലും ഒന്ന് വരുന്നല്ല, രണ്ടും വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് വരും. പ്രൈവറ്റ് ലോ അല്ലെങ്കിൽ സിവിൽ ലോ ആണെന്നുണ്ടെങ്കിലോ ഡാമേജസ്, അതായത് കോമ്പൻസേഷൻ കൊടുത്താൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ടേബിള് ക്ലിയർ ആണ് എന്ന് ഉറപ്പിക്കുക, കൃത്യമായി പഠിക്കുക. ഈ ടേബിള് നിർബന്ധമാണ്,
പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ടാവണം. ക്ലിയർ അല്ലേ? ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് തന്നെ പോട്ടെ. ശരി. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രൈവറ്റ് ലോ അല്ലെങ്കിൽ സിവിൽ ലോ തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. ഇനി നമുക്ക് പറയാനുള്ളത് മെയിൻ സോഴ്സസ് ഓഫ് ലോ. അപ്പോൾ കേസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് മെയിൻ സോഴ്സസ് ഓഫ് ലോയിൽ ഒന്നാമത്തത് കേസ് ലോ ആണ്, രണ്ടാമത്തത് സ്റ്റാറ്റ്യൂട്ട് ലോ ആണ്. ഓക്കെ, അപ്പോൾ കേസ് ലോ എന്ന് പറയുമ്പോൾ ജഡ്ജ് മെയ്ഡ് ലോ തന്നെയാണ്. കേസ് ലോ എന്ന് പറയുമ്പോൾ ജഡ്ജ് മെയ്ഡ് ലോ ആണ്. ഇത് ആ ഒരു കേസിൽ ആ ഒരു സിനാരിയോ കൺസിഡർ ചെയ്തിട്ട് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന, അതുപോലെ ഫ്യൂച്ചർ കേസുകളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോ ആണ് കേസ് ലോ. ജഡ്ജസ് എന്ത് ചെയ്യും? ആ ഒരു ഇൻഡിവിജ്വൽ കേസിൻ്റെ സിനാരിയോസൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നിയമം അപ്ലൈ ചെയ്യും. ഇതാണ് കേസ് ലോ. കേസ് ലോയിൽ തന്നെ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്, രണ്ട് ഡിഫറെൻറ്റ് ലോസ് വരുന്നുണ്ട്. ടൈപ്സ് ഓഫ് കേസ് ലോ അല്ല, അതിൽ നിങ്ങൾക്ക് ഒരു കണ്ടൻ്റാണ് അതിലുള്ള കോമൺ ലോ, അതുപോലെ തന്നെ ഇക്വിറ്റി ലോ. കോമൺ ലോ എന്ന് പറഞ്ഞാൽ അതായത് ജഡ്ജസ് ഒന്നെങ്കിൽ കോമൺ ലോയിൽ നിന്നും അല്ലെങ്കിൽ ഇക്വിറ്റി ലോയിൽ നിന്നും ഒക്കെ ആയിരിക്കും കേസുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ കോമൺ ലോ എന്താണ്, ഇക്വിറ്റി ലോ എന്താണെന്നാണ് നമ്മൾ ഇനി പറയുന്നത്. ഓക്കെ, കോമൺ ലോ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ലോക്കൽ കസ്റ്റംസിൽ നിന്നാണ്, നാട്ടു നടപ്പിൽ നിന്നും ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ് കോമൺ ലോ എന്ന് പറയുന്നത്. അവിടെ ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ, ഒരൊറ്റ കോമ്പൻസേഷനേ ഉള്ളൂ, ഡാമേജസ്. ഓൺലി റെമഡി എന്താണ്? ഒരൊറ്റ പരിഹാരം എന്താണ്? ഡാമേജസ് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഭയങ്കര റിജിഡാണ്, ഭയങ്കര ഇൻഫ്ലെക്സിബിളാണ്, ഫ്ലെക്സിബിലിറ്റി തീരെയില്ല, ഭയങ്കര ഹാർഷായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാവാം. വേർഡിക്റ്റ് ബേസ്ഡ് ഓൺ പ്രസിഡൻസ്, ഡോണ്ട് ഗെറ്റ് ഇൻ ടു ദി ഡീറ്റെയിൽസ് ഓഫ് ദ കോസ്. അതായത് കോമൺ ലോ എന്ന് പറയുന്നത് കുറച്ച് കനത്ത നിയമമാണ്. എന്തിനയാൾ അങ്ങനെ ചെയ്തു, എന്ത് സാഹചര്യത്തിലാണ് അയാൾ അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നൊന്നും കൺസിഡർ ചെയ്യാണ്ട്, കേസിൻ്റെ ഡീറ്റെയിൽസുകളിലേക്ക് പോവാണ്ട്, കാരണങ്ങളിലേക്ക് പോവാണ്ട്, പ്രസിഡൻസ് മുൻവിധി ഫോളോ ചെയ്തുകൊണ്ട് നടപ്പിലാക്കുന്ന നിയമങ്ങളാണ്. അതിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻഫ്ലെക്സിബിൾ. അത് ഭയങ്കര റിജിഡാണ്, കുടുസായ സാധനമാണ്. അവിടെ ഒരൊറ്റ റെമഡിയെ പറയാറുള്ളൂ, ഡാമേജസ്. നീ തെറ്റ് ചെയ്തോ, നീ കുറ്റക്കാരനാണ്, നീ എന്തിനത് ചെയ്തു എന്നുള്ളത് അവിടെ വാലിഡ് അല്ല. ഒരു പെൺകുട്ടി, ഉദാഹരണത്തിന് ഒരു പെൺകുട്ടി സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഒരാളെ കൊന്നു. ആ പെൺകുട്ടിയെ ആക്രമിക്കാൻ വന്നപ്പോൾ ആ പെൺകുട്ടി എന്ത് ചെയ്തു? ഒരാളെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി കൊന്നു. അപ്പോൾ അയാളുടെ ഭാഗത്താണ് തെറ്റ്. അയാളെ ആക്രമിക്കാൻ വന്നതിൻ്റെ പേരിൽ സ്വയം രക്ഷയ്ക്ക്, ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടി ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. അതിലേക്കൊന്നും പോകില്ല. പെൺകുട്ടി ഒരാളെ കൊന്നു, പെൺകുട്ടീനെ തൂക്കി കൊല്ലണം. ഇതാണ് കോമൺ ലോ. റിജിഡായിട്ടുള്ള, ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത, ഹാർഷായിട്ടുള്ള കോൺസിക്വൻസസ് വരുന്ന മുൻവിധികൾ മാത്രം നോക്കി. അതായത് മുന്നേ ഒരാൾ കൊന്നപ്പോൾ അയാളെയും കൊന്നു, എന്നാൽ പിന്നെ ഇവിടെയും അയാളെ കൊല്ലട്ടെ. പ്രസിഡൻസ്, മുൻവിധി. പ്രസിഡൻസ് നോക്കിയിട്ട് കേസിൻ്റെ ഡീറ്റെയിൽസിലേക്കും കാരണ സാഹചര്യങ്ങളിലേക്കൊന്നും പോവാണ്ട് തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയാണ് കോമൺ ലോ. എന്നാൽ ഇക്വിറ്റി ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ മോഡിഫൈഡ് ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് രണ്ടും അവൈലബിൾ ആണ്, ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ തന്നെ. ജഡ്ജസ് ആണത് തീരുമാനിക്കുക. ഓക്കെ, കോമൺ ലോയിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും കോമൺ ലോ കാരണം പബ്ലിക് ഫേസ് ചെയ്തുകൊണ്ടിരുന്ന കോൺസിക്വൻസസ്, ഇമ്പാക്റ്റുകൾ, ഇംപ്ലിക്കേഷൻസ് ഓവർകം ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇക്വിറ്റി ലോ എന്ന് പറയുന്ന ലോ കൊണ്ടുവരുന്നത്. കുറച്ചും കൂടെ ഫെയർ ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന, ഒരാൾക്ക് ശിക്ഷ വിധിക്കണം എന്നുണ്ടെങ്കിൽ ഡിലേ ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ അയാൾക്ക് ശിക്ഷ വിധിക്കും. ഒരാൾക്ക് നീതി ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഡിലേ വരാണ്ട് അയാൾക്ക് പെട്ടെന്ന് തന്നെ നീതി ലഭിക്കുന്ന, വിത്തൗട്ട് എനി ഡിലേ, അങ്ങനത്തെ ഒരു നിയമമാണ് ഇക്വിറ്റി ലോ. അത്യാവശ്യം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാര്യമാണ്, ഹാർഷായിട്ടുള്ള കോൺസിക്വൻസസ് ഒന്നും തന്നെ ഇല്ല. കേസിൻ്റെ കാരണവശങ്ങളിലേക്ക്, ലീഗൽ
സിനാരിയോസിലേക്ക് ഡീറ്റെയിൽസിലേക്ക് പോയി അത് കൺസിഡർ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വിധി പറയുന്ന ഒരു രീതിയാണ് ഇക്വിറ്റി ലോ. കോമൺ ലോയിൽ ഒരൊറ്റ റെമഡിയേ ഉണ്ടായിരുന്നുള്ളൂ, ഡാമേജസ്, നഷ്ടപരിഹാരം, കോമ്പൻസേഷൻ കൊടുക്കാം. എന്നാൽ ഇക്വിറ്റി ലോക്ക് വരുമ്പോൾ റെമഡി പരിഹാരമായിട്ട് 3 കാര്യങ്ങളാണ് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇൻജങ്ഷൻ, റിസിഷൻ, സ്പെസിഫിക് പെർഫോമൻസ്. ഇൻജങ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇൻജങ്ഷൻ ഓർഡർ കൊടുക്കുക എന്നൊക്കെ കോടതി പറയും. ഇൻജങ്ഷൻ ഓർഡർ കൊടുക്കുക. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോടതി എന്ത് ചെയ്യും, ഒരാളോട് പറയും ടു ഡൂ സംതിങ് ഓർ നോട്ട് ടു ഡൂ സംതിങ്. കോടതി ഇൻജങ്ഷൻ ഓർഡർ കൊടുത്തു, അത് ചെയ്യണം. കോടതി ഇൻജങ്ഷൻ ഓർഡർ കൊടുത്തു, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു പരിഹാരം ഈ ഒരു നിയമത്തിലുണ്ട്. റിസിഷൻ, ദാരിദ്ര്യം, പട്ടിണി, അതല്ല, റിസഷനാണത്. ഇതല്ല, റിസിഷൻ. ഇവിടെ കോടതി പരിഹാരമായിട്ട് പറയും, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുക, ഇനി അങ്ങനെ ഒരു കോൺട്രാക്റ്റ് നിലവിൽ വേണ്ട. അല്ലെങ്കിൽ ഓർ എന്ത് ചെയ്യാം, ഈ കോൺട്രാക്റ്റ് വന്നതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് നഷ്ടം വന്നത്. അപ്പോൾ ഈ കോൺട്രാക്റ്റ് വരുന്നതിന് മുന്നേ നിങ്ങൾ ഏത് പൊസിഷനിലാണോ ആ പൊസിഷനിലേക്ക് റീസ്റ്റോർ ചെയ്ത് കൊടുക്കുക. ഞാൻ അക്യൂസ്ഡ് ആണ്, ഞാനാണ് കുറ്റക്കാരൻ, വിക്ടിം വേറൊരാളുണ്ട്, അയാൾക്കെതിരാണ് ഞാൻ ഈ കുറ്റം ചെയ്തിട്ടുള്ളത്, അയാൾ ക്ലെയിമൻ്റ് ആണ്, അയാൾ പോയി കേസ് കൊടുത്തു, ഇക്വിറ്റി ലോ പ്രകാരം വിധി വരികയാണ്. റിസിഷൻ ആണ് റെമഡി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ ഞാനും അയാളും തമ്മിലുള്ള കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഈ കോൺട്രാക്റ്റ് നടന്നില്ലായിരുന്നെങ്കിൽ ആ വിക്ടിം, ക്ലെയിമൻ്റ് ഏത് പൊസിഷനിലാണോ ആ പൊസിഷനിലേക്ക് ഞാൻ അയാളെ റീസ്റ്റോർ ചെയ്ത് കൊടുക്കാം, അയാളെ പഴയ പോലെ ആക്കി കൊടുക്കാം. അതിന് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യണോ അതൊക്കെ ഞാൻ ചെയ്യും. അതാണ് റിസിഷൻ. സ്പെസിഫിക് പെർഫോമൻസ്, മൂന്നാമത്തത്. കോടതി പറയും പെർഫോം ദ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ്. പേഴ്സണൽ സർവീസ് കോൺട്രാക്റ്റുകൾക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല, ജനറൽ കോൺട്രാക്റ്റുകൾക്ക് മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആവുള്ളൂ. പേഴ്സണൽ സർവീസ് കോൺട്രാക്റ്റുകൾക്ക് ഇത് ആപ്ലിക്കബിൾ ആവില്ല. പേഴ്സണൽ സർവീസ് കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ PA, എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റ്, എൻ്റെ പേഴ്സണൽ സ്റ്റാഫ്, എൻ്റെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, എൻ്റെ ജോലിക്കാർ, അവിടെ എന്ത് ചെയ്യില്ല, സ്പെസിഫിക് പെർഫോമൻസ് ആപ്ലിക്കബിൾ ആവില്ല. അപ്പോൾ എന്താണ് സ്പെസിഫിക് പെർഫോമൻസ്? കോടതി പറയും ഈ കോൺട്രാക്റ്റ് പ്രകാരം എന്തായിരുന്നോ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് അത് നിങ്ങൾ കൃത്യമായി ചെയ്യാം. അത് ചെയ്യാത്തത് കൊണ്ടാണല്ലോ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുന്നത്, അത് ചെയ്യാത്തത് കൊണ്ടാണല്ലോ ഇവിടെ ഒരു കേസ് വന്നത്. അപ്പോൾ പരിഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ കോൺട്രാക്റ്റിൽ എന്താണോ പറഞ്ഞത്, കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ എന്താണോ അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ പറഞ്ഞു തന്നാൽ ഇക്വിറ്റി ലോ എന്ന് പറയുന്നത് ഒരു ഓൾട്ടർനേറ്റീവ് അല്ല, അതായത് ഒന്നെങ്കിൽ കോമൺ ലോ അല്ലെങ്കിൽ ഇക്വിറ്റി ലോ, അങ്ങനെയല്ല. ഓക്കെ, കോമൺ ലോക്ക് പകരം വന്ന റീപ്ലേസ് ചെയ്യുന്ന സാധനമല്ല, ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതിന് വേണ്ടി ഉള്ള ഒരു നിയമമാണ് ഇക്വിറ്റി ലോ. ഓക്കെ അല്ലേ? രണ്ടാമത്തെ, ഇപ്പോൾ നമ്മൾ കേസ് ലോൻ്റെ 2 വേരിയേഷൻസ് ആണ് പറഞ്ഞത്. രണ്ടാമത്തത് സ്റ്റാറ്റ്യൂട്ട്, അതായത് പാർലമെൻറ്റ് മെയ്ഡ് ലോ, പാർലമെൻറ്റ് ഉണ്ടാക്കുന്ന നിയമങ്ങൾ. സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് ഉണ്ടാക്കുന്ന നിയമങ്ങൾ. ഇത് പാർലമെൻറ്റ് ഡയറക്റ്റ്ലി ഉണ്ടാക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ പാർലമെൻറ്റ് ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ടാകും, ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്നും പറയും. അപ്പോൾ അങ്ങനെ 2 തരത്തിലുള്ള നിയമങ്ങളാണ്, ഒന്ന് ജഡ്ജ് മെയ്ഡ് ലോ ആണ്, ഒന്ന് പാർലമെൻറ്റ് മെയ്ഡ് ലോ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ? അടുത്ത് നമുക്ക് നോക്കാനുള്ളത് 3 ട്രാക്ക് സിസ്റ്റം. എന്താണ് 3 ട്രാക്ക് സിസ്റ്റം?